ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയുടെ ആയുധപ്പുര കാലിയാകുകയാണ്. പുതിയ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന അതാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം കടുക്കുമ്പോൾ അമേരിക്കയ്ക്ക് ശരിക്കും പണി പാളുന്ന ലക്ഷണമാണ് കാണുന്നത്. യുക്രൈന് നൽകാനിരുന്ന ആയുധങ്ങൾ പശ്ചിമേഷ്യൻ യുദ്ധത്തിനായി വഴിമാറ്റാൻ അമേരിക്കൻ സൈന്യം ആലോചിക്കുന്നതായിട്ടാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. പേട്രിയറ്റ്, ഥാഡ് എന്നീ പ്രതിരോധ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് ഇതിൽ പ്രധാനം. നാറ്റോയുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പണം കൊടുത്ത് യുക്രൈന് വേണ്ടി ഓർഡർ ചെയ്ത ആയുധങ്ങൾ പോലുമാണ് ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വഴിമാറ്റുന്നത്. ഫെബ്രുവരി 28-ന് ഇറാനെതിരായ ആക്രമണം തുടങ്ങിയ ശേഷം ഏകദേശം 4 ആഴ്ച കൊണ്ട് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് 9,000-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിലാണ് ആക്രമണം നടത്തിയത്. വെറും 3 ദിവസത്തിനുള്ളിൽ അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് 800-ലധികം പേട്രിയറ്റ് മിസൈലുകളാണ് പ്രയോഗിച്ചതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെ അവകാശപ്പെടുന്നു. കഴിഞ്ഞ 4 വർഷമായി റഷ്യയോട് യുദ്ധം ചെയ്യുന്ന യുക്രൈന്റെ ആകെ ആയുധ ശേഖരത്തെക്കാൾ കൂടുതലാണിത്. യുദ്ധത്തിന്റെ കണക്കുകൾ ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ആദ്യത്തെ 2 ആഴ്ച കൊണ്ട് മാത്രം അമേരിക്ക ചെലവാക്കിയത് കുറഞ്ഞത് $12 ബില്യൺ. അതായത് പ്രതിദിന യുദ്ധ ചെലവ് ഏകദേശം $2 ബില്യൺ. ആയുധ ശേഖരം വീണ്ടും നിറയ്ക്കാൻ $200 ബില്യൺ അധിക ബജറ്റ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക പണമുണ്ടെങ്കിലും ആയുധം ഉൽപ്പാദിപ്പിക്കാൻ കമ്പനികൾക്ക് കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു തമാശ. ലോക്ഹീഡ് മാർട്ടിൻ എന്ന കമ്പനി ഒരു വർഷം ആകെ നിർമ്മിക്കുന്നത് 600 PSC-3 ഇന്റർസെപ്റ്ററുകൾ മാത്രമാണ്. ഇത് നിലവിലെ ആവശ്യത്തിന്റെ ഒരു അംശം പോലുമില്ല. ജോർദാനിലെ മൂവാഫാക് സാൾട്ടി എയർബേസിൽ $300 ബില്യൺ വിലമതിക്കുന്ന റഡാർ തകർക്കപ്പെട്ടതും ഥാഡ് സംവിധാനത്തിന് വലിയ തിരിച്ചടിയായി. കൊതുകിനെ കൊല്ലാൻ പീരങ്കി ഉപയോഗിക്കുന്നത് പോലെ ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള പേട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് വളരെ വില കുറഞ്ഞ ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചിടുന്നത് അമേരിക്കയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. റഷ്യൻ ഡ്രോണുകളെ നേരിട്ട് പരിചയമുള്ള യുക്രൈൻ കുറഞ്ഞ ചെലവിൽ ഡ്രോണുകളെ തകർക്കാനുള്ള ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് ആവശ്യമുള്ള പേട്രിയറ്റ് മിസൈലുകൾ നൽകിയാൽ ഈ സാങ്കേതിക വിദ്യ അമേരിക്കയ്ക്കും അറബ് രാജ്യങ്ങൾക്കും നൽകാമെന്നാണ് സെലൻസ്കി ഇപ്പോൾ പറയുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുകയാണെങ്കിൽ അമേരിക്കയുടെ ആയുധപുര കാലിയാകും എന്ന് മാത്രമല്ല, റഷ്യയ്ക്ക് മുന്നിൽ യുക്രൈനും വെറും കൈയോടെ നിൽക്കേണ്ടി വരും.